ഈ അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു, പുരുഷന്മാരിൽ ബീജം കുറയുന്നു 2050 ടെസ്റ്റ് ട്യൂബ് ബേബികളുടെ എണ്ണം കൂടുന്നു. ഇതൊക്കെ ഉള്ളതാണോ? WHO ഒരു കണക്ക് പ്രകാരം ഇപ്പോൾ ഒരു മെയിൽസിന്റെ ആ സ്പേം കൗണ്ടിന്റെ അളവ് ഇങ്ങനെ കൗണ്ട് കുറഞ്ഞു വരുന്നതായിട്ടാണ് പറയുന്നത്. അതെല്ലാം കോൺട്രിബ്യൂട്ടറി ഫാക്ടറായിട്ട് നമ്മൾ പറയുന്നത് അവർക്ക് ഈ പറയുന്ന പോലെ പുകവലി, മദ്യപാനം, ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, വ്യായാമം ഇല്ലാതിരിക്കുക, സ്ട്രെസ് കൂടുക, ഉറക്കം കുറയുക, പറയുന്ന പോലെ ടോക്സിൻസിന്റെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പോഷർ വരിക, അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് എപ്പോൾ സംഭവിക്കും, അത് ഉറപ്പായും സംഭവിക്കും എന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ 2050 ഇങ്ങനെയൊക്കെ ഉണ്ടാവും പറയാൻ പറ്റില്ല. പക്ഷെ ഡെഫിനറ്റ്ലി കൗണ്ട്സ് കുറഞ്ഞു വരിക. അതുകൊണ്ട് നമ്മുടെ WHO ഈ ലിമിറ്റ്സ് ഉണ്ട്. നമുക്ക് ഇത്രയും നോർമൽ സ്പേം ഉണ്ടെങ്കിൽ ഇവർക്ക് സ്പേം കൗണ്ട് നോർമൽ ആണെന്നുള്ളത് അത് അവർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? പണ്ടൊക്കെ 20 ആയിരിക്കാം, പിന്നെ 16 അങ്ങനെ. അതായത് മാക്സിമം കൗണ്ട് നമ്മൾ നോർമൽ എന്ന് പറയുന്നത് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് 16 ആണെങ്കിലും ഇപ്പൊ നോർമൽ 16 മില്യൺ per ml, 16 million per ml is said to be normal, but previously it was higher. അത് കൂടുതലായിരുന്നു. അപ്പൊ അതിങ്ങനെ അപ്പൊ ഡെഫിനറ്റ്ലി സ്പേം കൗണ്ട് ജനറലി കുറയുന്നതുകൊണ്ടായിരിക്കുമല്ലോ അവർ അവരുടെ അപ്പർ ലിമിറ്റ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബ് ബേബികളെ പിന്നെയുള്ള ഓപ്ഷൻ ഇല്ല, അങ്ങനെയൊന്നും പറയുന്ന പോലെ അത്രയ്ക്കൊന്നും അങ്ങനെയൊന്നും അങ്ങനെ ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പിന്നെ അപ്പത്തേക്ക് നമ്മുടെ സയൻസും ഇംപ്രൂവ് ചെയ്ത് ഇതിനെ നമുക്ക് ഓപ്പോസിറ്റ് ഇതിനെ കൂട്ടാനുള്ള മെത്തഡ്സും വരുമായിരിക്കും. ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസോ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കുറവുണ്ട്, ചിലപ്പോൾ അത് വേഴ്സൺ ചെയ്യാം, നിങ്ങളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പക്ഷെ ഭാവിയിൽ അതിനുള്ള അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറവുള്ള എല്ലാവർക്കും IVF അല്ല. ഒരു മൊട്ടൈൽ സ്പേം കോൺസെൻട്രേഷൻ ഒരു 10 മില്യണിൽ താഴെയുള്ള എല്ലാവർക്കും IVF ആയിരിക്കും സക്സസ് റേറ്റ് ഉള്ളൊരു ട്രീറ്റ്മെന്റ്. അത് അതായത് 10 മില്യൺ അബവ് ഉള്ള ഒരാൾക്ക് IUI പോലുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും IVF അല്ല. ഈവൻ നമുക്ക് സിമ്പിളായിട്ടുള്ള ഇപ്പോൾ ഒരു ഇവാലുവേഷൻ കഴിഞ്ഞ ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് കൗണ്ട് കൂടുകയാണെങ്കിലും നമുക്ക് IUIയിലൊക്കെ പോകാവുന്നതാണ്.